ഹലോ, എല്ലാവർക്കും പാരമ്പര്യയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിൽ ഒരു ഇൻസ്റ്റൻറ്റ് ദോശയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു 4 പേർക്ക് കഴിക്കാൻ വേണ്ടി അളവാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സിയിൽ വന്നിട്ട് പൊടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി അതേ കപ്പിൽ ഒരു 1/2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് മാവ് എടുക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ, ഒരു 1/4 കപ്പ് പോലും വേണ്ട കേട്ടോ, കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ആ ദോശയ്ക്കൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടി മാത്രം. അത് വേണമെന്നില്ല, വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അടുത്തായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. പുളിക്കാത്ത, ഒരുപാട് പുളിയില്ലാത്ത തൈര്. എല്ലാം കൂടി ചേർത്ത് കുറച്ച് അല്പം വെള്ളം ഒഴിച്ച് അല്പാൽപമായിട്ട് ഒഴിച്ച് നമ്മുടെ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കി ഒരു അല്പം ലൂസായിട്ടിരിക്കണം കേട്ടോ മാവ്. നമ്മൾ കനം കുറച്ചാ ദോശ ഒഴിച്ചു കൊടുക്കാൻ പോണത്, അതുകൊണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ കുറച്ചൊന്ന് അടച്ചു വയ്ക്കാം. ഈ റവയല്ലേ, റവയ്ക്കകത്ത് ചിലപ്പം വെള്ളമൊക്കെ പറ്റി പിടിച്ച് നമ്മൾ തുറക്കുമ്പം മാവ് കട്ടിയാണെങ്കിൽ അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവൊന്ന് ലൂസാക്കിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ കല്ലടുപ്പിൽ വെച്ചിട്ട് സാധാരണ ദോശ ഒഴിക്കുന്നത് പോലെ കുറച്ച് കനം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്പം നെയ്യ് ഒന്ന് ചുറ്റി ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ദോശ റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണിത്. ആ ഓട്സിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ടേസ്റ്റ്, നമ്മൾ കനം കുറച്ച് ആ മൊരിച്ചൊക്കെ എടുക്കുമ്പോഴേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം കേട്ടോ. ഹാവ് എ ഗുഡ് ഡേ. ബൈ.